ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഈശ്വർ ക്രാഫ്റ്റ് ആൻഡ് ഗ്രാഫിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് എഴുതാൻ പോകുന്നത് നമ്മൾ കുതിരൻ്റെ മോഡലിലൊക്കെ ഉള്ള മോഡേൺ ആയിട്ടുള്ള അറബിക് കാലിഗ്രാഫി എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ എല്ലാവർക്കും അത് കാണുന്ന നേരം എങ്ങനെയാണ് ഇത് എഴുതാൻ ബുദ്ധിമുട്ടാണോ, നമുക്ക് എളുപ്പത്തിൽ എഴുതാൻ പറ്റുന്ന സ്ട്രോക്സ് വെച്ചിട്ട് ഇതിൽ അറബിക് ലെറ്റേഴ്സ് ഒന്നും തന്നെ വരുന്നില്ല. അറബിക് കാലിഗ്രാഫി സ്ട്രോക്സ് മാത്രം വെച്ചും കൊണ്ടാണ്. പിന്നെ ശ്രദ്ധിച്ച് നോക്കിയാൽ കാലിഗ്രാഫി ഇതേപോലുള്ള വർക്കൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ അത്രയും സ്ലോവിലാണ് ഞാൻ എഴുതുന്നത്. പിന്നെ വീഡിയോ ശ്രദ്ധിച്ച് നിന്നാൽ മനസ്സിലാവുന്നുണ്ടോ നോക്കാം. ആദ്യം തന്നെ നമ്മൾ പെൻസിൽ വെച്ചിട്ട് കുതിരയുടെ ഒരു ഷേപ്പ് വരച്ചെടുക്കുക. അതിൻ്റെ ഉള്ളിൽ നമുക്ക് വേണമെങ്കിൽ പെൻസിൽ വെച്ചിട്ട് സ്ട്രോക്ക് നമ്മൾ മാർക്കർ കൊണ്ട് ചെയ്യേണ്ട രീതിയിൽ സ്ട്രോക്സ് കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു റെഫറിങ് ചിത്രം എടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് അതേപോലെ തന്നെ കോപ്പി ചെയ്ത് വരയ്ക്കണമെന്നൊന്നുമില്ല. നമുക്ക് കഴിയുന്ന രീതിയിൽ എവിടെയൊക്കെ സ്ട്രോക്സ് ഇടുന്നുണ്ടോ അതെല്ലാം നമുക്ക് കഴിയുന്ന രീതിയിൽ ഇങ്ങനെ പെൻസിൽ കൊണ്ട് വരച്ച് വെക്കാം. ഞാനിപ്പോൾ ഒരു ഫോട്ടോ നേരത്തെ കാണിച്ചു തന്നില്ലേനോ, അതേ രീതിയിൽ ഞാൻ അതേപോലെ തന്നെ കോപ്പി ചെയ്ത സംഭവമല്ല, നമുക്ക് നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ അതിൽ സ്ട്രോക്സ് കൊടുക്കുക. ഞാൻ ഈ റെഫറൻസായിട്ട് വെച്ച മോഡൽ പോലെ തന്നെ കുതിരയുടെ ഡിസൈനിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ എഴുതുന്നത് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഞാൻ കറക്റ്റ് അതുതന്നെ കോപ്പി ചെയ്ത് വെച്ചതല്ല ഞാൻ എഴുതിയത്. പിന്നെ വരയ്ക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഞാൻ വരയ്ക്കുന്നത് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. അതിൽ വലിയ റിസ്ക് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ജസ്റ്റ് മാർക്കർ വെച്ച് ഞങ്ങൾ സ്ട്രോക്സ് ഇങ്ങനെ ഇട്ടെടുക്കുന്നുള്ളൂ. ഇങ്ങനെ ആദ്യം പെൻസിൽ വെച്ചിട്ട് നമുക്ക് നമ്മൾ എഴുതുന്ന പേപ്പറിൽ ഇതിന് ഗ്ലോസി പേപ്പറിൻ്റെ കാലിഗ്രാഫി ചെയ്യാൻ നമ്മൾ അധികം ഗ്ലോസി പേപ്പറാണല്ലോ എടുക്കുക. ഇതിന് ഗ്ലോസി പേപ്പറിൻ്റെ ആവശ്യം വരുന്നില്ല, മാർക്കർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഗ്ലോസി പേപ്പറിൻ്റെ ആവശ്യം വരുന്നില്ല. ഇപ്പോൾ രണ്ട് സൈഡിൽ മോഡലായിട്ട് വരുന്ന ഞാൻ ഫോട്ടോ ഇതിൽ വെക്കുന്നുണ്ട്. അതേപോലത്തെ മാർക്കർ ഇപ്പോൾ നമുക്ക് വാങ്ങിക്കാൻ എളുപ്പത്തിൽ കിട്ടുന്ന സാധനമാണ്. അപ്പോൾ അത് വെച്ചിട്ട് ഒരു മാർക്കറിൻ്റെ തന്നെ രണ്ട് വശത്തും നിബ് ഉണ്ടാവുന്ന ടൈപ്പുള്ള അതിൻ്റെ രണ്ട് വശം കൂടെ വെച്ച് തന്നെ ഈ കംപ്ലീറ്റ് ആക്കിയ ഒരു പിക്ചറാണ് ഇത്. ഇതുപോലെ ആർട്ട് ചെയ്യാൻ നല്ല ആഗ്രഹം ഉണ്ടായിട്ടും എന്നെക്കൊണ്ട് പറ്റുമോ ഇല്ലേ എന്നുള്ള മൈൻഡിൽ നിൽക്കുന്നവരാണെങ്കിൽ ആദ്യം റഫായിട്ടൊന്ന് സ്ട്രോക്സ് കാര്യങ്ങളൊക്കെ റഫായിട്ട് വരച്ച് നോക്കുക. എന്നിട്ട് ഇതേപോലെ ഓരോ ഷേപ്പ്, ഹോസിൻ്റെ, ഫിഷിൻ്റെ, അങ്ങനെ ഓരോരോ ഷേപ്പിലുള്ള മോഡലുകൾ നോക്കിയിട്ട് ഫസ്റ്റിലൊക്കെ വേണമെങ്കിൽ നമുക്ക് റെഫറൻസ് പിക്ക് എടുക്കാം. ഗൂഗിളിലൊക്കെ നോക്കിയാൽ റെഫറൻസ് പിക്കൊക്കെ കിട്ടും. അപ്പോൾ അതേപോലെ ഒരു മോഡൽ എടുത്ത് വെച്ചിട്ട് അതേപോലെ ചെയ്യാം. ആ ചെയ്യുന്ന ടൈമിലും കറക്റ്റ് അതേപോലെ തന്നെ കോപ്പി ചെയ്യാതെ നമ്മുടേതായ ഐഡിയക്ക് ഓരോന്ന് ചെയ്യാൻ ആദ്യമേ നമ്മൾ ട്രൈ ചെയ്യുക. അപ്പോഴാണ് പുതിയ പുതിയ ഐഡിയാസ് നമുക്ക് കിട്ടുള്ളൂ. കാലിഗ്രാഫിയാണ്. അപ്പോൾ അതിൽ നമ്മൾ അക്ഷരങ്ങളൊക്കെ അളവുകൾ വെച്ച് നുക്ത അളവിലാണല്ലോ എഴുതുക. അപ്പോൾ അത് ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. കാലിഗ്രാഫിയോട് അത്രയും താല്പര്യമുള്ളവർക്ക് മാത്രമേ അതും നല്ല പ്രാക്ടീസിലൂടെ നമ്മൾ നേടിയെടുക്കേണ്ട ഒരു ഇതാണ് അറബിക് കാലിഗ്രാഫിയിലെ തൊളുത്ത് സ്ക്രിപ്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയെല്ലാം
ലിപികളും പിന്നെ മോഡേൺ ആണെങ്കിലും പിന്നെ കൂഫിക്ക് അങ്ങനത്തെ ഏത് മോഡലാണെങ്കിലും നമുക്ക് ചെയ്യാൻ കൈ വഴങ്ങി കിട്ടുമെന്ന് മനസ്സിലായിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് പഠിച്ചത് തുളുത്താണ്. തുളുത്ത് സ്ക്രിപ്റ്റിൽ നമ്മൾ എഴുതുന്നത് അക്ഷരങ്ങൾ അളവിട്ട് നുക്ത അളവിൽ എഴുതി പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കണക്ഷൻ ആയിട്ട് ഓരോ അക്ഷരങ്ങളും ഓരോരോ കണക്ഷന് ഇതിനെപ്പറ്റി ഡീറ്റെയിൽഡായിട്ട് വീഡിയോ പിന്നെ ചെയ്യുന്നുണ്ട് തുളുത്ത് സ്ക്രിപ്റ്റിൻ്റെ. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മോഡേൺ അറബിക് കാലിഗ്രാഫിയുടെ ഒരിതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം. ഫോട്ടോസ് കാണുന്ന സമയത്ത് ഇതേപോലെ ഹോസിൻ്റെ ഷേപ്പിൽ, ഫിഷിൻ്റെ ഷേപ്പിൽ, അതുപോലെ ബേഡ്സിൻ്റെ അങ്ങനെ ഒരുപാട് മോഡൽ കാണുന്ന സമയത്ത് അതിലൊക്കെ എന്തായിരിക്കും എഴുതിയതെന്ന് വായിക്കാനുള്ളൊരു കുറേ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഇത് എത്ര ട്രൈ ചെയ്തിട്ടും എനിക്ക് വായിക്കാൻ പറ്റാത്തപ്പോൾ ഞാൻ വിചാരിച്ചത് എനിക്ക് അക്ഷരങ്ങൾ അറിയാത്തതുകൊണ്ടായിരിക്കും. മോഡേൺ ആയിട്ട് വരുമ്പോൾ അക്ഷരങ്ങൾക്ക് കുറച്ച് ചേഞ്ച് ഉണ്ടാവുമല്ലോ. നമ്മൾ തുളുത്തിലുള്ളത് എങ്ങനെയെങ്കിലുമൊക്കെ വായിച്ചെടുക്കും. തുളുത്തിൽ വരുമ്പോൾ അധികവും ദിക്റുകൾ, ഖുർആൻ ആയത്തുകൾ, സൂറത്തുകൾ ഒക്കെ ആണല്ലോ, നമ്മൾ എങ്ങനെയെങ്കിലും വായിച്ചെടുക്കും. പക്ഷെ മോഡേണിൽ എത്ര ട്രൈ ചെയ്തിട്ടും വായിക്കാൻ പറ്റിയ. അപ്പോൾ അതെന്തായാലും ഒന്ന് പഠിച്ചെടുക്കണം എന്നുള്ള ആഗ്രഹത്തിലാണ് കാലിഗ്രാഫി വർക്ക്ഷോപ്പിന് അന്ന് പോകുന്നത്. അവിടെ എത്തി അന്ന് ക്ലാസ്സിന് ആദ്യം തന്നെ ഞാൻ ചോദിച്ച ഡൗട്ട് കരീംഗ്രാഫി നമ്മളോട് എല്ലാവരോടും ക്ലാസ്സിനെ കുറിച്ച് എങ്ങനെയാണ് വർക്ക്ഷോപ്പിന് വരാനുണ്ടായ കാരണങ്ങൾ, എന്തുകൊണ്ടാണ് കാലിഗ്രാഫി ഇഷ്ടപ്പെടുന്നത്, അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ചോദിച്ച ഡൗട്ട് എനിക്കിത് വായിക്കാൻ പറ്റുന്നില്ല. ഞാൻ കുറേ ട്രൈ ചെയ്ത് നോക്കലുണ്ട്. അവിടെ മതിലിൽ മൊത്തം അറബിക് കാലിഗ്രാഫി മോഡേൺ ആയിട്ടുള്ളത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലൊരു മോഡൽ കാണിച്ചു കൊടുത്തത് ഞാൻ ഏറ്റവും കൂടുതൽ ട്രൈ ചെയ്ത് നോക്കിയതാണ്. അതിൽ അക്ഷരങ്ങൾ എവിടെയെങ്കിലും ഒരു അക്ഷരം ഞാൻ കണ്ടുപിടിക്കുമോ എന്ന് വിചാരിച്ചിട്ട് അത്രയും ട്രൈ ചെയ്ത് നോക്കിയതാണ്. അന്ന് പോയിട്ടും ഞാൻ അതന്നെ ട്രൈ ചെയ്ത് നോക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ആ മോഡലിൽ ഏത് മോഡലാണെങ്കിലും അതിൽ എനിക്ക് തീരെ പറ്റുന്നില്ല. അപ്പം പറഞ്ഞ് അതിൽ ഒരു വായിക്കാനായിട്ടൊന്നുമില്ല, അതൊരു ആർട്ടാണ്. മോഡേൺ ആകുമ്പോൾ ഒരു ആർട്ടാണ്. അതിൻ്റെ ഭംഗി കാലിഗ്രാഫി എന്ന് പറയുന്നത് തന്നെ ഇതാണ്, എന്നുവെച്ചാൽ അക്ഷരങ്ങളുടെ ഭംഗിയിൽ എഴുതുക എന്നതാണ്. അപ്പോൾ നമുക്ക് തുളുത്ത് സ്ക്രിപ്റ്റിലാകുമ്പോൾ നമുക്കത് വായിച്ചെടുക്കാനും അതിൻ്റെ അർത്ഥവും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. പക്ഷേ ഇതിൽ നമ്മൾ അക്ഷരങ്ങൾ ഒരക്ഷരം തന്നെ വെച്ചിട്ട് മീം എന്ന് പറയുന്ന ഒരു അക്ഷരം തന്നെ വെച്ചിട്ട് അവിടെ ഫുള്ള് ചെയ്ത ഒരു കാലിഗ്രാഫി ഉണ്ട്. അങ്ങനെ അതൊരു ആർട്ടാണ്. കാലിഗ്രാഫി വായിക്കാൻ മാത്രമുള്ളതല്ല, അത് കാണാനും അതിൻ്റെ ഭംഗി കണ്ടാസ്വദിക്കാനും കൂടെ ഉള്ളതാണ് എന്ന് മനസ്സിലായത് അന്ന് കാലിഗ്രാഫി പറഞ്ഞ സമയത്താണ്. നമ്മുടെ വരയ്ക്കൽ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം ഒരു ഹോസിൻ്റെ ഷേപ്പൊക്കെ ആയിട്ട് എല്ലാവർക്കും തോന്നുന്നില്ലേ? ഇതേപോലെ സിമ്പിളായിട്ട് ചെയ്തതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ലൈക്കും കമൻറ്റും ഇടാൻ ആരും മറന്നു പോകരുത്. ഇനിയും ഇതുപോലുള്ള എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കാലിഗ്രാഫി വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്.